റസൂലുള്ളാഹിന്റെ മദ്ഹ് വരട്ടെ. ഒഴിവുള്ള സമയത്ത് നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല റസൂലുള്ളാഹിന്റെ മദ്ഹ് ബുർദയൊന്ന് കേൾക്കുമോനെ. ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് എത്ര രസത്തിൽ പാടുന്ന നല്ല നല്ല ബൈത്തുകളില്ലേ, അത് കേട്ടുകൊണ്ടിരിക്കൂ മോനെ. ഖുർആൻ ഒന്ന് കേട്ട് രസിക്കൂ മോനെ. അത് രസിക്കാനുള്ളതാണ്, ചിന്തിക്കാനുള്ളതാണ്. ഖുർആനിനോട് എന്റെയും നിങ്ങളുടെയും ഖൽബൊന്ന് ലയിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന രാപ്പകലുകൾ നമുക്കുണ്ടാകണം. ഖുർആൻ ഖത്മാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വഞ്ചിക്കപ്പെടല്ലേ. ശരീരത്തിൽ മറക്കാൻ അല്ലാഹു പറഞ്ഞത് തുറന്നിട്ട് നടക്കല്ലേ മോളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നന്നായി ഒന്ന് സ്വലാത്ത് ചൊല്ല് മോളെ. ഔറത്ത് മറച്ച് മാന്യമായി ജീവിക്കും മോളെ. രാത്രി കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അതാ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സഹോദരി വിളിക്കുന്നു. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട് കിട്ടിയ സന്തോഷം അറിയിക്കാനാണ് ഈ മജ്ലിസിൽ വെച്ച് ദുആ ഇറക്കണമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. അതുപോലെ അതാ കുറച്ചു ദിവസം മുമ്പ് അൽ ഐനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു. എന്തേ സ്വലാത്ത് ദായിമാക്കിയിട്ട് അതാ ഉദുവോടുകൂടി കിടക്കുമ്പോ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കണ്ട സന്തോഷം പറയാനാണ്. അങ്ങനെ എത്രയോ ആളുകളാണ് റബ്ബേ, ഞങ്ങള് മോശക്കാരാണെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മദീനത്ത് ചെന്നിട്ട് സലാം പറയുമ്പോ സലാം മടക്കുന്നത് കേട്ടവരുണ്ട്. അതാ ഇമാം അഹ്മദ് ഖാനിൽ ബറേൽവി തങ്ങളാരാണ്. 1000 ചില്ലാന കിതാബ് എഴുതിയ മഹാനാണ്. ഡൽഹിയിൽ നിന്ന് ബറേലിയിലേക്ക് പ്രത്യേകമായ ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന്റെ പേര് തന്നെ അലാ ഹസ്രത്ത് എക്സ്പ്രസ് എന്നാണ്. അത് മഹാന്റെ പേരിലാണ്. ആ മഹാനായ അലാ ഹസ്രത്ത് ഫാദിലെ ബറേൽവി റഹിമഹുല്ലാഹ് അതാ റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതി റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുത്തയാളാണ്. മേ മുജ്രിമു ആഖാ മുജേ സാത്ത് ലേ ലോ മേ രസ്താ മേ ഹേ ഹൂ ബതാ ജാനെ വാലാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിനയം പറഞ്ഞ മഹാനാണ്. ആ മഹാനവർകളതാ വസിയ്യത്ത് ചെയ്യുന്നു. ഞാൻ മരിച്ചാൽ ഖബറിന്റെ പള്ളക്കുഴി നിൽക്കാൻ മാത്രമുള്ള ആഴമുള്ള കുഴിയാക്കണം കേട്ടോ. അതൊരു മുഹിബ്ബിന്റെ വർത്തമാനമാണ്. ചോദിച്ചു, എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? റസൂലുള്ളാഹിനെ കാണിക്കപ്പെടുന്ന സമയത്ത് എഴുന്നേറ്റു നിൽക്കാനാണ്. ഇതാരാണ് അറിയുമോ എന്ന് മലക്കുകൾ ചോദിക്കുമല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹിനെ കണ്ട് എഴുന്നേറ്റു നിൽക്കാനാണ്. ഇമാം അഹ്മദ് ഖാൻ തങ്ങൾ അങ്ങനെയാണെന്ന് ശറഹ് സലാമെ റളിയിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ അതാ ഇമാം അഹ്മദ് ഖാൻ തങ്ങൾ വഫാത്തായ ദിവസം ഫലസ്തീനിലെ വലിയൊരു പണ്ഡിതൻ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. സ്വഹാബത്തിന്റെ കൂടെ വലിയ പുഷ്പങ്ങളുമായി നിൽക്കുകയാണ്. ഈ മഹാൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്ക് പോകാൻ നിൽക്കുകയാണ് തങ്ങളെ? തങ്ങളും സ്വഹാബികളും എവിടെ പോകാൻ നിൽക്കുകയാണ്? അതാ ഇന്ത്യയിലെ ബറേലിയിൽ നിന്ന് അഹ്മദ് എന്ന എന്റെ ഒരു മുഹിബ്ബ് വരുന്നുണ്ട്, സ്വീകരിക്കാനാണ്. ഫലസ്തീനിലുള്ള ആ പണ്ഡിതൻ പിറ്റേന്ന് തന്നെ പോയി ഇന്ത്യയിലേക്ക് വിസ തരപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് ബറേലിയിലേക്ക് വന്നു. അന്വേഷിച്ചു ആരാണ് ഇമാം അഹ്മദ് ഖാൻ. അവര് പറഞ്ഞു, ഇവിടെ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ്, വഫാത്തായി പോയി. മക്കളെ പോയി പരിചയപ്പെട്ടു. അവരോട് സംസാരിക്കുമ്പോൾ ഈ മഹാൻ ഫലസ്തീനിൽ വെച്ച് സ്വപ്നം കണ്ട അതേ സമയത്താണ് ഇമാം അഹ്മദ് ഖാൻ ഞങ്ങൾ ഇന്ത്യയിൽ മരിക്കുന്നത്. അവിടുത്തെ റൂഹിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി നിൽക്കുകയാണ്. ഇതൊരു അസംഭവ്യമായ കാര്യമല്ല. റിബഈ ബിൻ ഖിറാശ് തങ്ങളാരാണ്? ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ ഉസ്താദാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. മഹാനവറുകൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല, വഫാത്തായപ്പോൾ ചിരിക്കുന്നു. ചിരിച്ച ജനാസ എടുക്കാൻ കൂട്ടുകാർക്ക് കഴിയുന്നില്ല. ഉടനെ ഒരു വിളിയാളം ഉയരുകയാണ്. വഫയാത്തുൽ അയ്യാനുടെ സംഭവം കാണാം. റസൂലുള്ളാഹി ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ ജനാസ വേഗം എടുത്തോ. സമാനമായ സംഭവം ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ശറഹ് സുദൂരിൽ റിബഈ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. റബീ എന്നവരാണ് നിവേദനം